അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള നമ്മുടെ ചുമതല. അതിനായി ഈ റിപ്പോർട്ട് മറുപടിയുടെയും കൂടി അടിസ്ഥാനത്തിൽ റിപ്പോർട്ടും കണക്കും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അംഗീകരിക്കുന്നവർ കൈപൊക്കുക. എംപ്ലോയീസിന്റെ നേതാക്കന്മാർക്ക് ഈ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷന്റെ സമ്മേളനത്തിന്റെ ഉപകാരം സമർപ്പിക്കാനും അതിനുവേണ്ടി നമ്മുടെ പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. I invite our President and the General Secretary to come here and receive the memento of the conference around the conference. പണിമുടക്കിന് സജ്ജരാകുക എന്നതാണ് ഈ പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരമൊഴിയുമ്പോൾ തന്നെ സ്ഥാപനത്തിൻ്റെയും തൊഴിലാളികളുടെയും താൽപ്പര്യം സംരക്ഷിക്കുവാൻ ഉതകുന്ന നിരവധി നടപടികൾക്ക് നേതൃത്വം കൊടുത്തിരുന്നു. 8 വർഷം പൂർത്തിയാക്കിയ താൽക്കാലിക തൊഴിലാളികളുടെയും PSC അൺറിലേസ്ഡ് കണ്ട വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാൻ കഴിയില്ല. അതിൻ്റെ ഹെഡിങ് മാത്രം വായിച്ച് പോകുന്നു മാത്രമേ ഉള്ളൂ. പിന്നീട് ഇത് പ്രിന്റ് ചെയ്ത് എല്ലാ യൂണിറ്റുകളിലും സർക്കുലേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഹെഡിങ് മാത്രം വായിച്ചു പോവുകയാണ്. പ്രധാനമായിട്ട് ഒന്നാമത്തെ പ്രമേയം ഇന്ധനവില നിർണ്ണയിക്കുന്നതിന് എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയ അധികാരം പിൻവലിക്കുക, പെട്രോൾ ഡീസൽ പാചകവാതക വില പിൻവലിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രമേയം. PF ട്രസ്റ്റിന്റെ ഫണ്ട് അത് ഡൈവേർഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്ത് 80 കോടി രൂപയ്ക്ക് മേൽ KSRTCയിൽ പ്രോവിഡന്റ് ഫണ്ട് തിരിമറി നടത്തി. എന്നാൽ ഇപ്പോൾ ഈ 100 ദിവസക്കാലത്തിനകത്ത് തന്നെ 11 കോടി രൂപ പ്രോവിഡന്റ് ഫണ്ടിന്റെ ഫണ്ടിൽ നിന്ന് വകമാറ്റി ചെലവഴിക്കുന്ന ഒരു പുതിയ കീഴ്വഴക്കം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അത് അടിയന്തരമായി നിർത്തിവെക്കണമെന്നും പ്രോവിഡന്റ് ഫണ്ട് വിതരണം നടത്തുന്നതിന് കാലതാമസം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയമാണ്. നമ്മുടെ ആകെ ഭാരവാഹികൾ ഇപ്പൊ 25 ഭാരവാഹികളാണ് നോക്കുന്നത്. ഈ 25 ഭാരവാഹികൾ എന്നുള്ളത് ഇപ്പൊ സംഘടനയുടെ മെമ്പർഷിപ്പ് പരിശോധിച്ചറിയാം. 23,000 പരം മെമ്പർഷിപ്പാണ് ഇപ്പോൾ സംഘടനയ്ക്കുള്ളത്. അതുകൊണ്ട് ഭാരവാഹി നമ്മുടെ സംഘടന കൂടുതൽ വിപുലപ്പെടുത്തണം. അതുപോലെ തന്നെ ഹിതപരിശോധന പോലുള്ള നിരവധി കടപ്പകൾ നമുക്ക് ഇനിയും കടക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭാരവാഹികൾ എണ്ണപ്പോൾ 25 എന്നുള്ളത് 27 ഉയർത്താനാണ് ഞങ്ങളുടെ നിർദ്ദേശം. ആ നിർദ്ദേശം ആണെങ്കിൽ എണ്ണത്തിന്റെ കാര്യത്തിൽ ആ നിർദ്ദേശം അംഗീകരിക്കാമെങ്കിൽ അത് നിർദ്ദേശം അംഗീകരിക്കുന്നവർ കൈവക്കി. അതിനെതിരെ ഭാരവാഹികളെല്ലാം പ്രതിനിധികൾ തന്നെയാണ് നേരിട്ട് തെരഞ്ഞെടുക്കുന്നത്. അയാളുടെ കൗൺസിലിന് എക്സിക്യൂട്ടീവ് എന്നല്ല, ഭാരവാഹികൾ നേരിട്ട് തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സംഘടനയെ കഴിഞ്ഞ 4-5 വർഷമായി ഈ സംഘടനയെ നയിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് സർ വൈക്കം വിശ്വൻ അദ്ദേഹത്തെ വീണ്ടും ഈ സംഘടനയുടെ അധ്യക്ഷ പദവിയിലേക്ക് ഈ നിർദ്ദേശത്തെ ഞാൻ ശക്തിയായി പിന്തുണയ്ക്കും.